Hello everyone, welcome to the part 2 of set 2 2025 CBSE board exam question paper of 2025. നമ്മൾ ഓൾറെഡി സെറ്റ് 1 കഴിഞ്ഞു, സെറ്റ് 2യുടെ പാർട്ട് 1 കഴിഞ്ഞു. നൗ ലെറ്റ്സ് മൂവ് ടു ദ പാർട്ട് 2. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 20th ക്വസ്റ്റ്യൻ വരെയായിരുന്നു ചെയ്തതെന്ന്. ഇനി നമുക്ക് 21th ക്വസ്റ്റ്യൻ മുതൽ തുടങ്ങാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ? If P and Q are the zeros of the polynomial P of y is equal to 21y square minus y minus 2, then find the value of 1 minus p into 1 minus q. ഓക്കെ, ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഈ 21y² - y - 2യുടെ സീറോസ് എന്തൊക്കെയാണ് കാണുക, അതാണ് പിയും ക്യൂ. എന്നിട്ട് അതിർത്ത് നേരെ ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഉത്തരം കിട്ടും. ഓക്കെ, നൗ ലെറ്റ്സ് ഡു ദാറ്റ്. സീറോസ് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം തന്നെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. y - 2 = 0. ഇനി നമുക്ക് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാം. മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? 21 × 2 ചെയ്യുമ്പോൾ 21 × 2 -42. അപ്പോൾ എന്ത് നമുക്ക് കിട്ടണം? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സും വൈ ആന്ന് വെക്കുക, സ്പ്ലിറ്റ് ചെയ്യുന്ന ടേംസ് നടുവിൽ. അപ്പോൾ എക്സ് ഇൻറ്റു വൈ ചെയ്യുമ്പോൾ -42 കിട്ടണം. എക്സ് പ്ലസ് വൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? എക്സ് പ്ലസ് വൈ, ഈ വൈയുടെ കോയഫിഷ്യൻ എന്താണോ അത് കിട്ടണം, അതായത് -1 കിട്ടണം. ഓക്കെ, അപ്പോൾ 21y² മൈനസ് അല്ല, എക്സ് ഇൻറ്റു വൈ -42, എക്സ് പ്ലസ് വൈ -1 കിട്ടുന്നത് ഏതാണ്? 7 × -6 എടുത്താൽ കിട്ടൂലേ? 7 × -6 42 ആണ്. 7 പ്ലസ് മൈനസ് സോറി 7 × -6 അല്ല, -7 × 6. അപ്പോൾ -7 + 6 -1 ആണ്. ആൻഡ് ഓൾസോ -7 × 6 -42 ആണ് ഇത്. സോ ഇതൊന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 21y² - 7y + 6y - 2 = 0 എന്ന് കിട്ടും. ഇനി ഇത് നമുക്ക് ഈ ഫസ്റ്റ് രണ്ട് ടേം നമുക്ക് 7y കോമൺ ആയിട്ട് എടുക്കാം. 7y കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 3y - 1 പ്ലസ് രണ്ടാമത്തെ ടേമിൽ 3 കോമൺ ആയിട്ട് എടുക്കാം. 3 അല്ല, 2 കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ 3y - 1 എവിടെയും കിട്ടും. രണ്ട് ഈ 3y - 1ഉം 3y - 1ഉം നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. 3y - 1 × 7y + 2 = 0. അപ്പോൾ ഇത് 0 ആവണമെങ്കിൽ ഒന്നെങ്കിൽ 3y - 1 0 ആവണം, അല്ലെങ്കിൽ 7y + 2 0 ആവണം. സോ y = either 1/3 or y = -2/7. അപ്പോൾ നമ്മുടെ സീറോസ് ആർ 1/3 ആൻഡ് -2/7. ഇനി 1/3യുടെയും -2/7ന്റെയും പിയും 1/3യും ക്യൂവും -2/7 ആണെന്ന് കിട്ടി. ഇനി 1 - p × 1 - q നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാന്നുള്ളൂ. 1 - p × 1 - q. 1 - p × 1 - q. So p is 1/3 and q is -2/7. 1 - 2/7 + 2/7. That would be 1/3 is 2/3 into 1 + 2/7 is 9/7. And 3, so answer would be 6/7. So നമുക്ക് ആൻസർ കിട്ടി 6/7. അപ്പോൾ അത്രേ ഉള്ളൂ. ആദ്യം തന്നെ നമ്മൾ പോളിനോമിയലിന്റെ സീറോസ് കണ്ടുപിടിച്ചു, നേരെ ഡയറക്റ്റ് എടുത്ത് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ 21st ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമ്മൾ നേരെ 22nd ക്വസ്റ്റ്യൻക്ക് പോവാം. വായിച്ചു നോക്കാം. ഇൻ ദ ഗിവൺ ഫിഗർ the shape of the top of table is that a sector of a circle with center O and angle AOB is equal to 90 degree. If AO is equal to OB is equal to 42 centimeter, then find the perimeter of the top of the table. Okay, ഇത് സിമ്പിൾ അല്ലേ? ഇത് 90 ഡിഗ്രിയാ. 90 ഡിഗ്രിയുടെ ഒരു പോർഷൻ ഇവിടെ കട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു സർക്കിളിൽ ടോട്ടൽ 90 ഡിഗ്രീൻ്റെ 4 പോർഷൻസ് ഉണ്ടാവും. 90 × 4 അല്ലേ 360. ടോട്ടൽ ആംഗിൾ 360. അപ്പോൾ 90 × 4 1/4 അതൊന്ന് പോയി. അപ്പോൾ ഇതിന്റെ പെരിമീറ്റർ കാണാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ പെരിമീറ്റർ 2πr ആണെന്ന് നമുക്കറിയാം. 2πr. അതിൽ നിന്ന് 1/4 ഓഫ് ദ ടേബിൾ ഓൾറെഡി കളഞ്ഞു. 1/4 ഓഫ് 2πr കുറയ്ക്കുക. പിന്നെ പ്ലസ് 2 വട്ടം റേഡിയസ് ആഡ് ചെയ്യണം. കാരണം ഈ പാർട്ടും ഉണ്ട്, ഈ പാർട്ടും ഉണ്ട്. ഇങ്ങനെ ഈ 2 പാർട്ടിന്റെയും കൂടി ലെങ്ത് വരില്ലേ നമ്മൾ പെരിമീറ്റർ എടുക്കുമ്പോൾ? അപ്പോൾ ഇത് 2 × 6 കൂടി നമ്മൾ ചെയ്യണം. 6 നമുക്ക് ഓൾറെഡി 42 അത് തന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്യാം. പ്ലസ് 2 × 42 എന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ പെരിമീറ്റർ കിട്ടും. ഇതും സിമ്പിൾ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ഇവിടെ 6 കൊടുക്കാം, എന്നിട്ട് മതി നമുക്ക് 42 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 6 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ 2πr കോമൺ ആയിട്ട് എടുക്കുകയാണ്. 2πr × 1 - 1/4 പ്ലസ് 2r. ഓക്കെ, ആറിന്റെ വാല്യൂ 42 ആണ് നമുക്കറിയാം. സോ നമുക്ക് 6 കൂടി കോമൺ ആക്കി എടുക്കാം. 2π × 1 - 1/4 is 3/4 പ്ലസ് 2. ഓക്കെ, ഇനി പൈയുടെ വാല്യൂ എത്ര കൊടുക്കുന്നത് തന്നില്ല. സോ പൈ 22/7 3.14 കൊടുക്കാം. അപ്പോൾ ഇവിടെ കൊടുക്കുന്നതിൽ 22/7 കൊടുക്കുന്നതാവും ബെറ്റർ എന്ന് തോന്നുന്നു. 2 × 22/7 × 3/4 പ്ലസ് 2. അപ്പോൾ ഞാൻ ഈ 7 ഈസി ആയിട്ട് കളയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 7 കൊടുത്ത് ഇവിടെ ഒരു 7 കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എന്ത് ചെയ്യാം? 42/7 നമുക്ക് പുറത്തെടുത്തിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 2 × 22 × 3/4
പ്ലസ് 2 ഇൻറ്റു 7 14. നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. 2 11 2 2 ഓക്കെ 42/7 6. അപ്പോൾ അങ്ങനെ കിട്ടിയില്ലേ 6 ഇൻറ്റു 2 ഇൻറ്റു 11 22 ഇൻറ്റു 3 പ്ലസ് 14. ഓക്കെ ഇനി ഇത് ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഫൈനൽ ആൻസർ കണ്ടുപിടിച്ചാൽ മതി. 22 ഇൻറ്റു 3 66 പ്ലസ് 14 ഇൻറ്റു 6. 66 plus 14 is obviously 18. So 6 into 18, answer would be 480 centimeter. So total perimeter of the top of the table is 480 centimeter. അപ്പോൾ നമ്മൾ 22nd ക്വസ്റ്റ്യനും കഴിഞ്ഞു. Now let's move on to the 23rd question. 22nd ക്വസ്റ്റ്യൻ്റെ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഓർ ക്വസ്റ്റ്യനും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. In the given figure, three sectors of a circle of radius 5 centimeter making angles 35 degree, 50 degree and 95 degree at the center are shaded. Find the shaded area. ഓക്കെ ഷെയ്ഡഡ് റീജിയൻ. ഓക്കെ നമുക്കറിയാം നമുക്ക് ഏരിയ ഓഫ് സെക്ടർ വെച്ച് ചെയ്യാൻ പറ്റും. ഏരിയ ഓഫ് എ സെക്ടറിന്റെ ഫോർമുല എന്താ? ഏരിയ ഓഫ് എ ഫാക്ടർ അല്ല, ഏരിയ ഓഫ് എ സെക്ടർ. ഏരിയ ഓഫ് എ സെക്ടർ ഈസ് ഇക്വൽ ടു സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ നമുക്ക് കിട്ടും. ഇതാണ് ഏരിയ ഓഫ് എ സെക്ടർ. ഓക്കെ ഇതെങ്ങനെ വന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയി വരുന്നത്. ഇപ്പോൾ ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്താൽ തന്നെ മീൻസ് നിങ്ങൾക്ക് എന്തായാലും ഷുവർലി 95 എബോവ് കിട്ടും. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന കോൺസെപ്റ്റ് പഠിച്ചാൽ തന്നെ. ഓക്കെ അപ്പോൾ θ/360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. സോ നമുക്ക് ഓരോന്നിൻ്റെ വെച്ച് കാണാം. 35 ഉണ്ട്, 50 ഉണ്ട്, 95 ഉണ്ട്. ആദ്യം 35 ഡിഗ്രിയുടെ കാണാം. 35/360 ഇൻറ്റു പൈ ആർ സ്ക്വയർ പ്ലസ് പിന്നെ ഏതാണ് 95ഉം 50ഉം. 95/360 ഇൻറ്റു പൈ ആർ സ്ക്വയർ പ്ലസ് 50/360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഓക്കെ ഇത്രയൊന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് നിന്ന് 1/360 പൈ ആർ സ്ക്വയർ ബൈ 360 കോമൺ ആയിട്ട് എടുക്കാം. എല്ലാത്തിലും പൈ ആർ സ്ക്വയർ ബൈ 360 ഉണ്ടല്ലോ. സോ പൈ ആർ സ്ക്വയർ ബൈ 360 ഞാൻ കോമൺ ആയിട്ട് എടുത്തു. സോ ഇൻറ്റു 35 പൈ ആർ സ്ക്വയർ അല്ല 35 പ്ലസ് 95 പ്ലസ് 50 എന്ന് കിട്ടും. ഓക്കെ അപ്പോൾ 35 പ്ലസ് 95 പ്ലസ് 50 എന്ന് പറയുന്നത് എത്ര വരും? 95 പ്ലസ് 35 വുഡ് ബി 130. 130 പ്ലസ് 50 180. ഓക്കെ അത് സിമ്പിളായി കഴിഞ്ഞു. ദാറ്റ് വുഡ് ബി ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ഇൻറ്റു 180/360 എന്ന് വരും. അപ്പോൾ നമുക്കറിയാം 180 ഇൻറ്റു 2 ആണ് 360. സോ ഇത് രണ്ടും കട്ടായി പോകും. വി ഗെറ്റ് പൈ ആർ സ്ക്വയർ ബൈ 2 ഏരിയ ഓഫ് ഷെയ്ഡഡ് സെക്ടേഴ്സ് കിട്ടും. നമുക്ക് ആർ എത്ര തന്നിട്ടില്ലേ? ആർ 5 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ട്. യൂസ് പൈ 22/7 എന്ന് പറഞ്ഞിട്ട് 22/7 ഇൻറ്റു 2 ഇൻറ്റു ആർ സ്ക്വയർ ഈസ് 5 സെൻറ്റിമീറ്റർ അല്ലേ? 5 സെൻറ്റിമീറ്റർ തന്നെയല്ലേ തന്നെ റേഡിയസ് 5 സെൻറ്റിമീറ്റർ. സോ ആർ സ്ക്വയർ വുഡ് ബി 5 ഇൻറ്റു 5 ടു 11 ഇൻറ്റു 25/7. ഓക്കെ ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ത് വരും? 11 ഇൻറ്റു 25 ഈസ് 25 25 5 7 2 275/7. 275/7 എന്ന് പറയുന്നത് എത്ര? കട്ട് ചെയ്യാൻ പറ്റുമോ? 65 7 ഇല്ലല്ലോ. ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഡെസിമലായിട്ടൊക്കെ ഉത്തരം വരിക. 225/7 ദാറ്റ് വുഡ് ബി 4 വരില്ല, 3 21 6 65 വുഡ് ബി 9 63 2.02 14 60 60. ഓക്കെ അപ്പോൾ 39.2 സംതിങ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. 32.9 സംതിങ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിട്ട് വി വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ അപ്പോൾ വി ഓൾസോ സോൾവ് ഓർ ക്വസ്റ്റ്യനും നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ 23rd ക്വസ്റ്റ്യൻ നോക്കാം. If tan A is equal to √3 where A is an acute angle, then find the value of sin square A by 1 plus cos square A. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ല. tan Aയുടെ വാല്യൂ ഓൾറെഡി √3 ആണ് തന്നിട്ട്. അപ്പോൾ tan Aയിൽ A എത്ര ആംഗിൾ എന്ന് കണ്ടുപിടിച്ചാൽ മതി. ആംഗിൾ കണ്ടുപിടിച്ചിട്ട് sin A cos A നമുക്ക് കണ്ടുപിടിക്കാനല്ല. നമ്മൾ ഓൾറെഡി ഒക്കെ പഠിച്ചാണല്ലോ ട്രിഗണോമെട്രിക് ആംഗിൾസ് ഒക്കെ. അപ്പോൾ tan A is equal to √3 എന്ന് പറയുമ്പോൾ tan ഓഫ് ഏത് ആംഗിളാണ് √3? tan 60 അല്ല √3? tan 60 യെസ് tan 60 ആണ് √3. അപ്പോൾ ആംഗിൾ A is equal to 60 ഡിഗ്രി. അങ്ങനെ എനിക്ക് സൈൻ സ്ക്വയർ എ ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എ കാണാൻ സിമ്പിൾ അല്ലേ? സൈൻ 60 സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് 60 സ്ക്വയർ. ഓക്കെ അപ്പോൾ സൈൻ 60 നമുക്കറിയാം √3/2 ആണ്. √3/2 ഹോൾ സ്ക്വയർ ബൈ 1 പ്ലസ് കോസ് 60 1/2 ആണ്. 1/2 ഹോൾ സ്ക്വയർ. സോ √3/2 ഹോൾ സ്ക്വയർ ഈസ് 3/4 ബൈ 1 പ്ലസ് 1/4 ഈസ് 5/4. 4 കട്ടായി പോയി. സോ ആൻസർ വുഡ് ബി 3/4. അത്രേ ഉള്ളൂ. ഓക്കെ 23rd ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. നൗ ലെറ്റ്സ് മൂവ് ടു ദ 24th ക്വസ്റ്റ്യൻ. ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ 24th ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഇൻ ദ ഗിവൺ ഫിഗർ ഡി ഈസ് എ പോയിന്റ് ഓൺ ദ സൈഡ് ബി സി ഓഫ് ട്രയാംഗിൾ എ ബി സി സച്ച് ദാറ്റ് ആംഗിൾ എ ഡി സി
ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എ സി. ഷോ ദാറ്റ് സി എ സ്ക്വയർ ഇസ് ഇക്വൽ ടു സി ഡി ഇൻറ്റു സി ബി. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സിമിലാരിറ്റി വെച്ച് പ്രൂവ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സി എ സ്ക്വയർ ഇസ് ഇക്വൽ ടു സി ഡി ഇൻറ്റു സി ബി. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്ത് ഡീകോഡ് ചെയ്യാൻ പറ്റും? നമുക്ക് രണ്ടും ഈ സൈഡ്സ് രണ്ട് ഡിഫറെൻറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആയിട്ട് വരുന്ന പോലെ നമുക്ക് പ്രൊപ്പോർഷണൽ ആയിട്ട് എഴുതാം. സി എ ഡിവൈഡഡ് ബൈ സി ബി എടുക്കണോ സി ഡി എടുക്കണോ? സി എ ഡിവൈഡഡ് ബൈ സി ഡി എടുക്കുക സി ബി എടുക്കുക, ഏതെടുത്താലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ സി ബി എടുക്കുകയാണ്. ഇസിക്കൽ ടു സി ഡി ബൈ സി എന്ന് വരും. ഓക്കെ, അപ്പോൾ രണ്ട് ആംഗിൾ ഈക്വൽ ആണ്, രണ്ട് ഡിഫറെൻറ്റ് ഇതായിട്ടാണ് തന്നിട്ടുള്ളത്. ബട്ട് ഞാൻ അതൊന്ന് കറസ്പോണ്ടിങ് ആയിട്ട് വരയ്ക്കാം. എ ബി സിയും എ ഡി സിയും എ ബി സി എ ബി സി എ ബി സി അടുത്ത എ ബി സി ആണ് എ ബി സി. ഓക്കെ, അപ്പോൾ ഞാൻ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കറസ്പോണ്ടിങ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആംഗിൾ ബി എ സിയും ആംഗിൾ എ ഡി സിയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം സിമിലാരിറ്റി പ്രൂവ് ചെയ്യാൻ. അപ്പോൾ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവും ഈ ആംഗിൾ എ സി ഡിയും എ സി ബിയും കോമൺ ആംഗിളാണ്. അതായത് ഈ ആംഗിൾ രണ്ടിനും കൂടി കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ ദിസ് ആംഗിൾ എ സി ഡി വിൽ ബി ഈക്വൽ ടു ആംഗിൾ എ സി ബി. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ? ആംഗിൾ എ സി ഡി വിൽ ബി ഈക്വൽ ടു ആംഗിൾ എ സി ബി എന്ത് വെച്ചിട്ട്? കോമൺ ആംഗിൾ വെച്ചിട്ട്. ഇറ്റ്സ് എ കോമൺ ആംഗിൾ. ഓക്കെ, അപ്പോൾ നമുക്കത് നമുക്ക് നമ്മുടെ ഫിഗറിൽ നോക്കി നോക്കാം. ആംഗിൾ എ സി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ എ സി ബി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിളായിട്ട് രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ രണ്ട് ആംഗിൾ ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി സിമിലർ യൂസിങ് എ ക്രൈറ്റീരിയ. അപ്പോൾ ട്രയാങ്കിൾ എ ബി സി വുഡ് ബി സിമിലർ ടു ട്രയാങ്കിൾ എ ഡി സി അല്ല ഡി എ സി യൂസിങ് എ ക്രൈറ്റീരിയൻ. എ സിമിലാരിറ്റി വെച്ചിട്ട് അത് രണ്ടും കൂടി നമുക്ക് എന്ത് കിട്ടി? വി ഗോട്ട് ഇറ്റ് ആസ് സിമിലർ. അപ്പോൾ നമുക്കിത് സിമിലർ ആയിട്ട് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇനി എന്ത് എഴുതാൻ പറ്റും? സി എ ബൈ സി ഡി വുഡ് ബി ഈക്വൽ ടു സി ബി ബൈ സി എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സി എ സ്ക്വയർ ഈക്വൽ ടു സി ബി ഇൻറ്റു സി ഡി എന്ന് കിട്ടും. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. സോ വി പ്രൂവ്ഡ് ഇറ്റ്. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. അങ്ങനെയായിരുന്നു നമ്മളിത് രണ്ട് ആംഗിൾ ഈക്വൽ ആണ് തന്നിട്ടുണ്ട്, പ്ലസ് ഒരു കോമൺ ആംഗിൾ ഉണ്ട്. സിമിലാരിറ്റി ക്രൈറ്റീരിയ വെച്ചിട്ട് ബോത്ത് ഓഫ് ദം വുഡ് ബി സിമിലർ. പിന്നെ നമുക്ക് ബാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ 25th ക്വസ്റ്റ്യൻ. 25th ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് സിമിലർ ടു നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇറ്റ്സ് എ സിമിലാരിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻ. ദ ഗിവൻ ഫിഗർ ഒ എ ഇൻറ്റു ഒ ബി ഈസ് ഇക്വൽ ടു ഒ സി ഇൻറ്റു ഒ ഡി. ഷോ ദാറ്റ് ആംഗിൾ എ ഈസ് ഇക്വൽ ടു ആംഗിൾ സി ആൻഡ് ആംഗിൾ ബി ഈസ് ഇക്വൽ ടു ആംഗിൾ ഡി. ആംഗിൾ എ ഈസ് ഇക്വൽ ടു ഇത് രണ്ട് ഈക്വൽ ആണെന്ന് കാണിക്കണം. ആംഗിൾ ബി ഈസ് ഇക്വൽ ടു ആംഗിൾ ഡി ആണെന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്ന് താഴത്തോട്ട് എടുത്ത് വരയ്ക്കാം. ഒ എ ഡി and OCB. OAD ആംഗിൾ എയും ആംഗിൾ സിയും നോക്കാം. ആംഗിൾ OCB. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആംഗിൾ എ സിക്കൽ ടു ആംഗിൾ സി ആണെന്ന് തന്നിട്ടുണ്ട്, ആംഗിൾ ബി സിക്കൽ ടു ആംഗിൾ ഡി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ സിമ്പിൾ അല്ലേ? ഇത് രണ്ടും ഇതായ സ്ഥിതിക്ക് രണ്ട് ആംഗിൾ ഈക്വൽ ആയ സ്ഥിതിക്ക് വി ക്യാൻ സേ ഈ രണ്ട് ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിൾ ഒ എ ഡി ഈ സിമിലർ ടു ട്രയാങ്കിൾ OCB ബൈ എ ക്രൈറ്റീരിയ. നമ്മളിപ്പോൾ ചെയ്ത ഫുള്ള് എ ക്രൈറ്റീരിയ വെച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞ സെറ്റ് 1 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോഴും കൂടുതലും എ ക്രൈറ്റീരിയ തോന്നുന്നുണ്ട്. അപ്പോൾ എ ക്രൈറ്റീരിയ ഒന്നും കൂടി നന്നായിട്ട് നോക്കുന്നത് വുഡ് ബി ബെറ്റർ. ട്രയാങ്കിൾ ഒ എ ഡി സിമിലർ ടു ട്രയാങ്കിൾ OCB എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഒ എ ഇൻറ്റു ഒ ബി സിക്കൽ ടു OC ഇൻറ്റു OD. ഒ എ ഇൻറ്റു ഒ ബി സിക്കൽ ടു OC ഇൻറ്റു OD എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ OC ഇൻറ്റു OD. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഒ എന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് OC. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒ എ ബൈ OC വുഡ് ബി ഈക്വൽ ടു OD ബൈ OB. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് സിമിലാരിറ്റി വെച്ച് കിട്ടിയത്. പിന്നെ ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒ എ ഇൻറ്റു ഒ ബി സിക്കൽ ടു OC ഇൻറ്റു OD എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? വി പ്രൂവ് ദാറ്റ് ഒ എ ഇൻറ്റു ഒ ബി സിക്കൽ ടു OC ഇൻറ്റു OD. ഹെൻസ് പ്രൂവ്ഡ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ മിക്കതും ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഫുൾ എ ക്രൈറ്റീരിയ വരുന്നത്. സോ എ ക്രൈറ്റീരിയൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, now let's move on to the 25th question. 25th question എന്താ പറയുന്നത് നോക്കാം. A point A on the diameter AB of a circle of radius 10 cm. Tangent XAY is drawn to the circle. Find the length of the chord CD parallel to XY at a distance of 16. ഈ CD യുടെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ?
ഓൾറെഡി ഇത് 10 സെന്റിമീറ്റർ ആണെന്ന് തന്നു കഴിഞ്ഞു. ഇപ്പോൾ റേഡിയസ് 10 സെന്റിമീറ്റർ ആയി. അപ്പോൾ ഇതും 10 സെന്റിമീറ്റർ ആണ്. ഈ ടോട്ടൽ ലെങ്ത് 16, ഈ പിയിൽ നിന്ന് എയിലേക്ക് 16 സെന്റിമീറ്റർ ആണ് 16 സെന്റിമീറ്റർ ആണ് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ ഇത് 16 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ ഓൾറെഡി 10 സെന്റിമീറ്റർ കഴിഞ്ഞു. സോ ദിസ് വുഡ് ബി 6 സെന്റിമീറ്റർ. അങ്ങനെ എനിക്ക് പൈത്തഗോറസ് വെച്ചിട്ട് നമുക്ക് സി പി കണ്ടുപിടിക്കാം. സി പി വുഡ് ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ. കാരണം എന്താ, ഇറ്റ്സ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പൈത്തഗോറസ് തിയറം എല്ലാവർക്കും അറിയുന്നതാണ്. So that would be equal to 100 minus 36 root of 64 and that would be 8. അപ്പോൾ ഈ സി പി എന്നുള്ളത് 8 സെന്റിമീറ്റർ ആണ് കിട്ടിക്കഴിഞ്ഞു. സി പി എന്നുള്ളത് 8 സെന്റിമീറ്റർ ആണ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ സിമിലർലി ഇത് 6 സെന്റിമീറ്റർ ആണ്, ഇതും 10 സെന്റിമീറ്റർ, ഇതും 8 സെന്റിമീറ്റർ ആണ്. സോ ടോട്ടൽ ലെങ്ത് എത്ര വരും? ടോട്ടൽ ലെങ്ത് ഓഫ് കോഡ് സി ഡി is equal to CD would be equal to 8 into 2, that is 16 സെന്റിമീറ്റർ ആണ് കോഡ് സി ഡിയുടെ ലെങ്ത്. ഓക്കെ, we got that 16 സെന്റിമീറ്റർ. Okay, അതും pretty simple question ആണ്. Okay, now let's move to the 26th question. Prove that parallelogram circumscribing a circle is a rhombus. Okay, അപ്പോൾ നമ്മുടെ ഈ സെക്ഷൻ ബിയിലാണ് ഒരുപാട് പ്രൂവിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, പ്രൂവ് ദാറ്റ് ദ പാരലൽ സർക്കംസ്ക്രൈബിങ് എ സർക്കിൾ ഇസ് എ റോംബസ്. ഓക്കെ, ഞാൻ ഒരു സർക്കിൾ വരയ്ക്കട്ടെ. ഒരു സർക്കിൾ ഞാനൊരു പാരലലോഗ്രാം വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് ഒരു പാരലലോഗ്രാം വരച്ചിട്ടുണ്ട്. നമുക്ക് മാർക്ക് ചെയ്യാം. എ ബി സി ഡി ഇ എഫ് ജി എച്ച് എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ പാരലലോഗ്രാം സർക്കിളിനെ സർക്കംസ്ക്രൈബ് ചെയ്യുന്ന ഒരു പാരലലോഗ്രാം റോംബസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് ഒരു ടാൻജന്റ് വരച്ചാൽ ആ രണ്ട് പോയിന്റ്സും രണ്ട് ടാൻജൻസും, അതായത് ഒരു എക്സ്റ്റേണൽ പോയിന്റ് രണ്ട് ടാൻജൻസ് സർക്കിളിലേക്ക് വരച്ചാൽ ഒരു എക്സ്റ്റേണൽ പോയിന്റ് രണ്ട് ടാൻജന്റ് വരയ്ക്കാൻ പറ്റുള്ളൂ. ആ രണ്ട് ടാൻജന്റ് ഒരു എക്സ്റ്റേണൽ പോയിന്റ് സെയിം സർക്കിളിലേക്ക് വരച്ചു കഴിഞ്ഞാൽ ആ രണ്ട് ടാൻജന്റ് വുഡ് ബി ഈക്വൽ. അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എച്ചും എയും ഈക്വൽ ആണ്, ഇ ഡിയും ഡി എഫും ഈക്വൽ ആണ്, എഫ് സിയും ജി സിയും ഈക്വൽ ആണ്, ആൻഡ് ബി എച്ചും ബി ജിയും ബി എച്ചും ഈക്വൽ ആണ്. ഓക്കെ, നമുക്കത് എഴുതാം. ഇ ഡി വുഡ് ബി ഈക്വൽ ടു ഡി എഫ്. ഓൾസോ AE would be equal to AH. നമുക്ക് എന്ത് പറയട്ടോ? CG would be equal to CF. പിന്നെ എന്ത് പറയാൻ പറ്റും? ആൻഡ് BG would be equal to BH. CG and BG would be equal to BH. BG would be equal to BH. ഇത്രയും കിട്ടി. നേരത്തെ പറഞ്ഞ പോയിന്റ് വെച്ചിട്ട്, അതായത് എക്സ്റ്റേണൽ പോയിന്റ് നിന്ന് സെയിം സർക്കിളിലേക്ക് രണ്ട് ടാൻജന്റ് വരയ്ക്കാൻ പറ്റുള്ളൂ, ആൻഡ് രണ്ട് ടാൻജന്റ് വുഡ് ബി ഈക്വൽ ഇൻ ലെങ്ത്. ഓക്കെ, നമുക്ക് ഇതിനൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇ ഡി പ്ലസ് എഇ പ്ലസ് സി ജി പ്ലസ് ബി ജി വുഡ് ബി ഈക്വൽ ടു ഡി എഫ് പ്ലസ് എ എച്ച് പ്ലസ് ഇത് സി എഫ് ആണ്, CF പ്ലസ് പി എച്ച് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോ ഇ ഡിന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്താം? ഇ ഡി പ്ലസ് എ എന്ന് പറയുന്നത് എത്ര? ഇ ഡി പ്ലസ് എ എന്ന് പറയുന്നത് വി ഗോട്ട് എ ഡി. ആൻഡ് സി ജി പ്ലസ് ബി ജി എന്ന് പറയുന്നത് എത്ര? സി ജി പ്ലസ് ബി ജി എന്ന് പറയുന്നത് സി ബി ഈസ് ഈക്വൽ ടു ഡി എഫ് പ്ലസ് എ എച്ച് എന്ന് പറയുന്നത് എത്ര? ഡി എഫ് പ്ലസ് എ എച്ചിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഡി എഫ് പ്ലസ് എഫ് സി വരുന്നത് രീതിക്കാകാം. ഡി എഫ് പ്ലസ് സി എഫ് എന്ന് പറയുന്നത് ഡി സി ആണ്, പ്ലസ് എ എച്ച് പ്ലസ് ബി എച്ച് എന്ന് പറയുന്നത് എന്താ? എച്ച് പ്ലസ് ബി എച്ച് എന്ന് പറയുന്നത് എ ബി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ആദ്യം തന്നെ ഒരു പാരലോഗ്രാം ആണ് സർക്കിളിനെ സർക്കംസ്ക്രൈബ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പാരലോഗ്രാമിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. സോ എ ഡി വുഡ് ബി ഈക്വൽ ടു ബി സി, ആൻഡ് എ ബി വുഡ് ബി ഈക്വൽ ടു ഡി സി നമുക്ക് കിട്ടി. കാരണം ഇത് പാരലോഗ്രാമാണ്. അപ്പോൾ എ ഡി ഈക്വൽ ടു സി ബി ആണെങ്കിൽ ഞാനിവിടെ സി ബിക്ക് പകരം ഞാൻ എ ഡിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പ്ലസ് ഡി സിക്ക് പകരം എ ബിക്ക് പകരം ഡി സിക്ക് പകരം എ ബിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എ ബി പ്ലസ് എ ബി. ഓക്കെ, സോ ദാറ്റ് വുഡ് ബി 2AD ഈസ് ഈക്വൽ ടു 2AB. അതായത് എ ഡി വുഡ് ബി ഈക്വൽ ടു എ ബി എന്ന് കിട്ടി.
എ ഡി വുഡ് ബി ഈക്വൽ ടു എ ബി എന്ന് കിട്ടി. അതായത് എ ഡി ഈസ് ഈക്വൽ ടു എ ബി എന്ന് കിട്ടി. അപ്പോൾ രണ്ട് അഡ്ജസ്റ്റന്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് കിട്ടി. സോ ഒബിയസ്ലി ഓപ്പോസിറ്റ് സൈഡ്സ് വുഡ് ബി ഈക്വൽ. അങ്ങനെയാണെങ്കിൽ 4 സൈഡ്സ് ഈക്വൽ ആണെന്ന് കിട്ടി. 4 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ ആ ഫിഗറിനല്ല റോംബസ് ആണെന്ന് പറയാം. സോ ഹെൻസ് പ്രൂവ്ഡ്. പാരലൽ സർക്കിളിനെ സർക്കംസ്ക്രൈബ് ചെയ്യുന്ന ഏത് പാരലലോഗ്രാമും റോംബസ് ആണ് ഇതിലൂടെ നമ്മൾ പ്രൂവ് ചെയ്തു. സോ ആദ്യം എത്ര ഉള്ളൂ നമുക്കൊക്കെ ഇത് ഓക്കെ. അപ്പോൾ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക, നമ്മൾ ഈ ആഡ് ചെയ്യൂലേ, ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതേണ്ടത് ഈ ഇ ഡി പ്ലസ് എ എന്ന് പറയുന്നത് ആഡ് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ എഴുതേണ്ടത്. കണ്ടില്ല, അപ്പോൾ ഞാൻ ഇ ഡി പ്ലസ് എ ഡി കിട്ടും എന്ന് എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ അങ്ങനെയാണ് എഴുതിയത്. അപ്പോൾ നമ്മളിതിപ്പോൾ തിരിഞ്ഞു പോയാൽ നമുക്ക് കിട്ടില്ല. എ ഇസിക്വൽ ടു എച്ചിന് പകരം എ എച്ച് ഇസിക്വൽ ടു എ എന്ന് നമ്മൾ ഇ ഡി ഇസിക്വൽ ടു ഡി എഫിൻ്റെ ഒപ്പം എഴുതിയാൽ കിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് തിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈനൽ ആൻസർ നമ്മൾ മനസ്സിലാവണം. എ ഡി ഇസിക്വൽ ടു എ ബി അവസാനം വരുന്ന രീതിയിലാണ് നമ്മൾ ഇത് എഴുതേണ്ടത്. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അപ്പോൾ നമുക്ക് നമ്മുടെ 27th ക്വസ്റ്റ്യൻ, 27th അല്ല 26th ഓർ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. പ്രൂവ് ദാറ്റ് ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻസ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ഓഫ് സർക്കിൾ ഈസ് സപ്ലിമെന്ററി ടു ദ ആംഗിൾസ്. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നത് എന്താ വെച്ചാൽ ഫിഗർ വരയ്ക്കാം. ആംഗിൾ ബിറ്റ്വീൻ ടു ടാൻജൻസ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ്. നല്ലൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. സർക്കിളിന്റെ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ടാൻജന്റ് വരച്ചു. 2 ടാൻജന്റ് വരച്ചിട്ടുണ്ട്. ഓക്കെ, വളഞ്ഞുപോയി. 2 ടാൻജന്റ് വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2 ടാൻജന്റും സെൻട്രലി സബ്സ്റ്റന്റ് ഒരു ആംഗിൾ സബ്സ്റ്റന്റ് ചെയ്യും. ഓക്കെ, സപ്ലിമെന്ററി ടു ദ ആംഗിൾ സബ്സ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ഈ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ആംഗിൾ തീറ്റ1ഉം ഈ ആംഗിൾ തീറ്റ2ഉം കൂടി കൂട്ടിയാൽ തീറ്റ1 പ്ലസ് തീറ്റ2 എന്ന് പറയുന്നത് 180 ഡിഗ്രി കിട്ടണം എന്നാണ് പറയുന്നത്. ഇത് രണ്ടും സപ്ലിമെന്ററി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ടാൻജന്റ് റേഡിയസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇത് റേഡിയസ് ആണല്ലോ, ഇതും റേഡിയസാണ്. അപ്പോൾ ഇതും 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 90 പ്ലസ് 90 ഈസ് ഓൾറെഡി 180. അപ്പോൾ 180 പ്ലസ് തീറ്റ1 പ്ലസ് തീറ്റ2 എത്ര വരണം? നമുക്കറിയാം ഒരു കോഡിലാറ്ററലിന്റെ എല്ലാ ആംഗിൾസും കൂടി കൂട്ടിയാൽ ടോട്ടൽ 360 ഡിഗ്രി എന്ന് കിട്ടണം. പിന്നെ ഇത് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്താൽ മതി. തീറ്റ1 പ്ലസ് തീറ്റ2 ഈസ് ഈക്വൽ ടു 360 മൈനസ് 180, ദാറ്റ് വുഡ് ബി 180 ഡിഗ്രി. മനസ്സിലായോ? അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ ഈ 90 ഡിഗ്രി എന്തുകൊണ്ടോ വന്നത് നിങ്ങൾ സ്പെസിഫൈ ചെയ്യണം. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ടാൻജന്റ് റേഡിയസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ടാൻജന്റ് പോയിന്റ് റേഡിയസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ വുഡ് ബി ടാൻജന്റ് റേഡിയസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ വുഡ് ബി 90 ഡിഗ്രി അറ്റ് എ പോയിന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ 26th ഓർ ക്വസ്റ്റ്യനും ചെയ്ത് കഴിഞ്ഞു. ലെറ്റ്സ് മൂവ് ടു ദ 27th ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് 1 പ്ലസ് 1 ബൈ ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു 1 പ്ലസ് 1 ബൈ കോട്ട് സ്ക്വയർ തീറ്റ ഈസ് ഇക്വൽ ടു 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ റേസ് ടു 4 തീറ്റ. അപ്പോൾ ഇങ്ങനെ വന്ന സ്ഥിതിക്ക് നമുക്ക് സൈനിലെ കോസിലേക്ക് ടേം ലിസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. LHS, അതായത് ടാൻ സ്ക്വയർ തീറ്റേനും കോട്ട് സ്ക്വയർ തീറ്റേനും. 1 പ്ലസ് 1 ബൈ ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു 1 പ്ലസ് 1 ബൈ കോട്ട് സ്ക്വയർ തീറ്റ. ഓക്കെ, ഇത് നമുക്ക് സൈൻ സ്ക്വയർ തീറ്റയുടെയും സൈൻ തീറ്റയുടെ കോസ് തീറ്റയുടെയും ടേംസിലാകാം. സോ 1 പ്ലസ് 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ. അല്ല, അതിനു മുമ്പ് നമുക്ക് ഫുൾ ആഡ് ചെയ്യാം. സോ ദാറ്റ് വുഡ് ബി 1 പ്ലസ് 1 ബൈ ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ബൈ ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോട്ട് സ്ക്വയർ തീറ്റ പ്ലസ് 1 ബൈ കോട്ട് സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കറിയാം 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ തീറ്റയാണ്. വി നോ ദാറ്റ് ഐഡന്റിറ്റി. ബൈ ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോട്ട് സ്ക്വയർ തീറ്റ പ്ലസ് 1 എന്ന് പറയുന്നത് കൊസീക് സ്ക്വയർ തീറ്റ. ദാറ്റ്സ് ഓൾസോ ആൻ ഐഡന്റിറ്റി. ബൈ കോട്ട് സ്ക്വയർ തീറ്റ. ഓക്കെ, നൗ ലെറ്റ്സ് ഇതിൻ്റെയൊക്കെ കോസിൻ്റെ സൈനിൻ്റെ ടേംസിലാകാം. ടാൻ സ്ക്വയർ തീറ്റേനെ കോസിൻ്റെ സൈനിൻ്റെ ടേംസിലാകാം. ഓൾറെഡി സിക്സ് സ്ക്വയർ തീറ്റയും കൊസീക് സ്ക്വയർ തീറ്റ അതുപോലെ തന്നെ. സിക്സ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു കൊസീക് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ ആൻഡ് ഓൾസോ കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് കോസ് സ്ക്വയർ തീറ്റ കട്ടായി പോയി, സൈൻ സ്ക്വയർ തീറ്റ കട്ടായി പോയി. നമുക്ക് റിമൈനിങ് ആയിട്ടുള്ളത് 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു 1 ബൈ കോസ് സ്ക്വയർ തീറ്റ എന്നുള്ളത്. ആൻഡ് ഇത് നമുക്ക് ഫൈനലി പ്രൂവ് ചെയ്യേണ്ടത് 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ റേസ് ടു 4 തീറ്റ എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റനെ നമുക്ക് ഡയറക്ട്ലി സൈൻ സ്ക്വയർ തീറ്റയുടെ ടേംസിലാക്കാം. കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഇനി ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്താൽ മതി. ദാറ്റ് വുഡ് ബി 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ദാറ്റ് വുഡ് ബി 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ മൈനസ്
സൈൻ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ റേസ് ടു 4 തീറ്റ. ഓക്കെ, അത്രയുള്ള ആൻസർ. വി ഗോട്ട് ദാറ്റ്. ഹെൻസ് പ്രൂവ്ഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം തന്നെ ടാൻ സ്ക്വയർ ഇത് ഫ്രാക്ഷൻ മാറ്റി ഒറ്റ ടേംസിലാക്കി, എന്നിട്ട് സൈൻ സ്ക്വയർ തീറ്റയുടെ കോസ് സ്ക്വയർ തീറ്റയുടെ ടേംസിലാക്കി, എന്നിട്ട് കോസ് സ്ക്വയർ തീറ്റേനെ സൈൻ സ്ക്വയറിൻ്റെ ടേമിലാക്കി, ആൻഡ് ഫൈനലി യു ഗോട്ട് ദ ആൻസർ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ 27th ക്വസ്റ്റ്യൻ. നമുക്ക് നമ്മുടെ 28th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വീണ്ടും ഒരു പ്രൂവിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കൊസിക് തീറ്റ മൈനസ് 1/കൊസിക് തീറ്റ പ്ലസ് 1. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. പ്ലസ് കൊസിക് തീറ്റ പ്ലസ് 1/കൊസിക് തീറ്റ മൈനസ് 1 ഈസ് 2 കൊസിക് തീറ്റ എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് എഴുതാം. ആദ്യം തന്നെ നമുക്ക് കൊസിക് തീറ്റനെ സീക് തീറ്റ നമ്മുടെ സൈൻ തീറ്റയുടെ ടേംസിലാക്കി നോക്കാം. കൊസിക് തീറ്റ എന്ന് പറയുന്നത് 1/സൈൻ തീറ്റ മൈനസ് 1/1/സൈൻ തീറ്റ പ്ലസ് 1. സിമിലർലി അപ്പുറത്ത് എന്ത് വരും, റൂട്ട് ഓഫ് 1/സൈൻ തീറ്റ. ഇങ്ങനെ മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, വെയിറ്റ്, നമുക്ക് ഇങ്ങനെ മാറ്റി ചെയ്താൽ നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. ഓക്കെ, നമുക്ക് കൊസിക് തീറ്റ മൈനസ് 1 മേലെ താഴെ നമുക്ക് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ നമുക്ക് സൈൻ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കൊസിക് തീറ്റ പ്ലസ് 1 ഇൻറ്റു സൈൻ തീറ്റ. ഓൾസോ അണ്ടറിലും നമ്മൾ സൈൻ ഡിനോമിനേറ്ററിൽ നമുക്ക് സൈൻ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആൻഡ് പ്ലസ് ഇപ്പുറത്തും അതുപോലെ തന്നെ കൊസിക് തീറ്റ പ്ലസ് 1 ഇൻറ്റു സൈൻ തീറ്റ ബൈ കൊസിക് തീറ്റ മൈനസ് 1 ഇൻറ്റു സൈൻ തീറ്റ ബൈ കൊസിക് തീറ്റ മൈനസ് 1 ഇൻറ്റു സൈൻ തീറ്റ. ഓക്കെ, നമുക്കറിയാം കൊസിക് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഇസ് 1. നമുക്ക് കാരണം കൊസിക് തീറ്റ ഇസ് റെസിപ്രോക്കൽ ഓഫ് സൈൻ തീറ്റ. സോ ദാറ്റ് വുഡ് ബി 1 മൈനസ് സൈൻ തീറ്റ ബൈ 1 പ്ലസ് സൈൻ തീറ്റ, 1 പ്ലസ് സൈൻ തീറ്റ റൂട്ട് പ്ലസ് കൊസിക് തീറ്റൻ്റെ സൈൻ തീറ്റ അഗെയിൻ 1 പ്ലസ് സൈൻ തീറ്റ ബൈ 1 മൈനസ് സൈൻ തീറ്റ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്നത് 1 മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണെന്ന് അറിയാം. ഓൾസോ അപ്പോൾ നമുക്ക് ഇവിടെ 1 മൈനസ് സൈൻ തീറ്റനെ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആക്കിയാൽ വി വുഡ് ഗെറ്റ് കോസ് സ്ക്വയർ തീറ്റ ദെയർ. അപ്പോൾ നമുക്ക് മേലെ താഴെയും അതിൻ്റെ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 1 മൈനസ് സൈൻ തീറ്റനെ ഇൻറ്റു 1 പ്ലസ് സൈൻ തീറ്റ, 1 പ്ലസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു 1 പ്ലസ് സൈൻ തീറ്റ ഇറ്റ് സെൽഫ്, 1 പ്ലസ് സൈൻ തീറ്റ ഇറ്റ് സെൽഫ് പ്ലസ് 1 plus sin theta into 1 minus sin theta, 1 minus sin theta divided by 1 minus sin theta, 1 minus sin theta into 1 minus sin theta. ഓക്കെ, ഇനി ഇതിൻ്റെ റൂട്ട്, ടോട്ടൽ റൂട്ട് അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ. ഈ റൂട്ട് നമുക്ക് ക്ലീൻ ആക്കി ഇടാം. അയ്യോ, ക്ലീൻ ആക്കി റൂട്ട് വേണ്ട, ക്ലീൻ ആക്കണ്ട, നമുക്ക് സാധാ പോലെ തന്നെ ഇടാം റൂട്ട്. ഓക്കെ, 1 മൈനസ് സൈൻ തീറ്റ 1 പ്ലസ് സൈൻ തീറ്റ ഇസ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. കാരണം എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഇസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. 1 പ്ലസ് സൈൻ സ്ക്വയർ സൈൻ തീറ്റ എന്ന് പറയുന്നത് 1 പ്ലസ് സൈൻ തീറ്റ ഹോൾ സ്ക്വയർ റൂട്ട് പ്ലസ് മേലെ അതുപോലെ തന്നെ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ അല്ല, അത് തന്നെ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ തന്നെ ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റനെ എങ്ങനെ എഴുതാം? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഇസ് കോസ് സ്ക്വയർ തീറ്റ നമുക്കറിയാം. ആ കോസ് സ്ക്വയർ തീറ്റൻ്റെ റൂട്ട് വരുമ്പോൾ കോസ് തീറ്റ. സിമിലർലി 1 പ്ലസ് സൈൻ തീറ്റ, കാരണം റൂട്ട് വരുമ്പോൾ സ്ക്വയർ പോകും രണ്ടിൻ്റെയും ഡിനോമിനേറ്ററും ന്യൂമറേറ്ററിലും. സിമിലർലി കോസ് തീറ്റ ബൈ 1 മൈനസ് സൈൻ തീറ്റ. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ, 1 മൈനസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് 1 പ്ലസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ. ദാറ്റ് വുഡ് ബി വീണ്ടും നേരത്തെ പോലെ തന്നെ വരും. ഓക്കെ, അപ്പോൾ ദിസ് വുഡ് ബി കോസ് തീറ്റ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ സൈൻ തീറ്റ. ഇതും തന്നെ നമുക്ക് മനസ്സിലാവാം, ഇതും ക്യാൻസൽ ആയി പോയി. ആൻഡ് അടിയിൽ വി ഹാവ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ, അല്ല 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഇനിയിപ്പോൾ ഇവിടെ സ്ഥലമല്ല, നമുക്ക് അപ്പുറത്തോട്ട് എടുത്ത് എഴുതാം. ഓക്കെ, ഇപ്പോൾ എത്ര നമുക്ക് കിട്ടി? നമുക്ക് ബാക്കിയുള്ളത് എന്താ? 2 കോസ് തീറ്റ ഉണ്ട്. സോ ഇറ്റ് വുഡ് ബി 2 കോസ് തീറ്റ ബൈ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഇസ് കോസ് സ്ക്വയർ തീറ്റ ആൻഡ് കോസ് തീറ്റ കട്ടായി പോകും. ദാറ്റ് വുഡ് ബി 2 ബൈ കോസ് തീറ്റ
2 by cos theta and that is 2 sec theta. Okay, cos theta എന്ന് പറയുന്നത് 1 by sec theta ആണ്. So that would be 2 sec theta. ഓക്കെ, ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നേ. യെസ്, 2 sec theta. അപ്പോ ഈ ഇതൊരു ടിപ്പിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനെ ഈ മേലെ താഴെ കോൺജുഗേറ്റ് വെച്ച് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ കോൺജുഗേറ്റ് വെച്ച് തന്നെ മേലെ താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. വി വുഡ് ഗെറ്റ് ദ ആൻസർ. മോസ്റ്റ് ഓഫ് ദ കേസ് നമുക്ക് ഉത്തരം കിട്ടും. മോസ്റ്റ് ഓഫ് ദ കേസ് അല്ല, ഫുൾ കേസിൽ നമുക്ക് ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടി വരിക. ഓക്കെ, let's move on to the 28th question. If the midpoint of the line segment joining the points A, 3, 4 and B, K, 6 is Pxy and x plus y minus 10 is equal to 0, then find the value of K എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതും ഒരു pretty simple question ആണ്. നമുക്കറിയാം രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്, എയും 3, 4 ആൻഡ് ബി, K6 എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ മിഡ് പോയിന്റ് Pxy എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം രണ്ട് പോയിന്റ്സ് എന്ന മിഡ് പോയിന്റ് ആണ് എന്ത് ചെയ്യുക, x1 plus x2/2. അപ്പൊ അവിടെ 3, സോ അവിടെ നമുക്ക് x is equal to എന്ത് കിട്ടും, 3 plus k/2. ഓൾസോ y is equal to എന്ത് കിട്ടും, 4 plus 6/2. സോ x is equal to 3 plus k/2 and y is equal to 4 plus 6/2 എന്ന് പറയുന്നത് 10/2, that is 5. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എക്സ് പ്ലസ് വൈ മൈനസ് 10 is equal to 0 എന്ന് പറഞ്ഞ ഈ ലൈനിനെ ഈ എക്സ് വൈ സാറ്റിസ്ഫൈ ചെയ്യും. നമുക്ക് ജസ്റ്റ് ഇതെടുത്ത് അങ്ങോട്ട് ഇട്ട് നോക്കാം. എക്സ് പ്ലസ് വൈ മൈനസ് 10 is equal to 0 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് എക്സും വൈയും ജസ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഈസ് 3 plus k/2 ആൻഡ് വൈ ഈസ് 10, അല്ല വൈ ഈസ് 5 minus 10 is equal to 0. So that would be 3 plus k/2 plus 5 minus 10 is minus 5 is equal to 0. So that is 3 plus k is equal to 5 upper bound, 5 into 2, 10. So k would be 7. Value of k is 7. Simple question. Now, 28th question solve ചെയ്തു. Now let's move on to the 29th question. The length of the hour hand of a clock is 10 centimeter. Find the area of the minor sector swept by the hour hand of the, between 5 am and 8 am. Okay, നമുക്ക് ആദ്യം ഒരു സർക്കിൾ അറിയാം. അയ്യോ, എപ്പോഴും ഓവലായി പോവാണ്. ഓക്കെ, സർക്കിളായി. നമുക്കറിയാം 12, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ഓക്കെ, hour hand of the clock is 10 centimeter. 10 centimeter. Hour hand of the clock is 10 centimeter between 5 am to 8 am. അപ്പം ആദ്യം 5 am-ലായിരുന്നു. 5 am-ൽ നിന്ന് 8 am-ലേക്ക് വരുമ്പോൾ എത്ര ഏരിയ സ്വെപ്റ്റ് ചെയ്തത്, അതായത് ഇത്ര ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം 10 centimeter തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഓരോ ഹവറും എത്ര ആംഗിൾ വെച്ചാണുള്ളത്. ടോട്ടൽ എത്ര ഹവേഴ്സ് ഉണ്ട്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഹവേഴ്സ് ഉണ്ട് ടോട്ടൽ. അപ്പോൾ ഈ 360 ഡിഗ്രീൻ്റെ 12 ഹവേഴ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, ഓരോ ഹവറും 30 ഡിഗ്രി വെച്ചാൽ കവർ ചെയ്യുന്നത്. ഓക്കെ, ഓരോ ഹവറും 30 ഡിഗ്രി വെച്ചാൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ഈ 5-നും 8-നും ഇടയിൽ എത്ര ഹവേഴ്സ് ഉണ്ട്, 5 to 6 1, 6 to 7 2 ആൻഡ് 7 to 8 3. ടോട്ടൽ 3 ഹവേഴ്സ്. 3 ഹവേഴ്സ് എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രിയാണ്, 3 into 30 ഡിഗ്രി. ദാറ്റ് വുഡ് ബി 90 ഡിഗ്രി കവർ ചെയ്യും. അപ്പം 90 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ഉള്ള ഒരു സെക്ടറിന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏരിയ ഓഫ് എ സെക്ടർ നമുക്ക് ഓൾറെഡി അറിയാം. ഏരിയ ഓഫ് സെക്ടർ എന്താ, ഏരിയ ഓഫ് സെക്ടർ ഈസ് ഇക്വൽ ടു തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. ഇൻറ്റു പൈ ആർ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. തീറ്റയുടെ വാല്യൂ എത്ര, ഇറ്റ്സ് 90 ഡിഗ്രി. 90 by 360 ആൻഡ് പൈ ഈസ് 22/7 ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുന്നത് 10. സോ 10 into 10. ഇനി നമുക്കിത് ജസ്റ്റ് സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഏരിയ ഓഫ് ദ മേജർ സെക്ടറോ, ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചെറിയ ഏരിയ മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയും കൂടി കണ്ടുപിടിക്കാം. നമുക്കിത് സോൾവ് ചെയ്യാം. സോ ദാറ്റ് വുഡ് ബി 4, 11, 2, 5, 55 into 10/7. ഓക്കെ, ഇതാണ് ഏരിയ ഓഫ് സ്മോൾ സെക്ടർ. ഇനി മേജർ സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ടോട്ടൽ ഏരിയ ഓഫ് ദ പൈ ആർ സ്ക്വയർ മൈനസ് ഈ ഇത് ചെയ്താൽ മതി. എന്ത്, 55 into 10/7 നമുക്ക് കിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട, നമുക്ക് ഈ ഇത് ഡയറക്റ്റ്ലി ചെയ്ത് നോക്കാം. ഇത് കണ്ടുപിടിക്കുക ഓൾസോ, എന്നിട്ട് 55 into 10/7 കൊണ്ട് അത് മൈനസ് ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് 22/7 into 10 square minus 55 into 10/7. That is 2200 by minus 550/7. 550/7. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ, അയ്യോ കാണുന്നില്ലേ, ഓക്കെ, 2200 minus 50/7 നമുക്ക് ഫൈൻഡ് ചെയ്താൽ വി വുഡ് ഗെറ്റ് ദ ആൻസർ. ഓക്കെ, 29th question solve ചെയ്തു. Now let's move on to the 30th question. Prove that √3 is an irrational number. √3 irrational number ആണ് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൂവ് ദാറ്റ് √5 is an irrational number എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അസ്യൂം ചെയ്യണം, വി അസ്യൂം ദാറ്റ് √3 ഈസ് എ റാഷണൽ നമ്പർ. സോ √3 അസ്യൂമിങ് √3 ഈസ് എ റാഷണൽ നമ്പർ, അസ്യൂമിങ് √3 ഈസ് എ റാഷണൽ നമ്പർ, √3 ഈസ് എ റാഷണൽ നമ്പർ, we can write √3 is equal to x/5 അല്ല p/q. നമുക്കറിയാം ഏതൊരു റാഷണൽ നമ്പറും p/q എന്ന് പറഞ്ഞ ഫോമിൽ എഴുതാം. ആൻഡ് അപ്പം എന്ത് ചെയ്യാം? എന്നിട്ട് നമ്മൾ ടേക്കിംഗ് റെസിപ്രോക്കൽ 1/√3 ഈസ് ഈക്വൽ ടു q/p എന്ന് കിട്ടും. അപ്പോൾ നമുക്കറിയാം 1/√3 ഇറാഷണൽ ആണെന്ന് നമുക്കറിയാം. ആൻഡ് ഓൾസോ റെസിപ്രോക്കൽ ഓഫ് എ റാഷണൽ നമ്പർ ഈസ് ഓൾവേസ് എ റാഷണൽ നമ്പർ തന്നെ. ആൻഡ് √3 ഇറാഷണൽ ആണ്, q/p റാഷണൽ ആണ്. എന്നിട്ട് അത് നമ്മൾ ഈക്വൽ ആണെന്ന് എഴുതിയിട്ടുള്ളത്. സോ ദിസ് കോൺട്രാഡിക്ട്സ് ദ ഫാക്ട് ദാറ്റ് q/p ഈസ് എ റാഷണൽ നമ്പർ ആൻഡ് 1/√3 ഈസ് എൻ ഇറാഷണൽ നമ്പർ. അതുകൊണ്ട് √3 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. അത്രേ ഉള്ളൂ, അത്ര എഴുതിയാൽ മതി. അത് നമ്മൾ √5 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത √5 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും നമ്മൾ തന്നെയാണ് പറഞ്ഞിരുന്നത്. Now let's move on to the 31st question. A sum of 2000 is invested at 7% per annum simple interest. Calculate the interest at the end of first, second, and third year. Do this interest form an FE? Of course, interest form an AP. നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് ആൻ അരിതമെറ്റിക് പ്രോഗ്രഷൻ AP അല്ല. കാരണം ഓരോ വർഷം കൂടുമ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് മണിക്കുള്ള ഇൻട്രസ്റ്റ് ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇടുക. ബട്ട് സിമ്പിൾ ഇൻട്രസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ എത്രയാണെന്ന് തൊട്ടെ ആ ഇനീഷ്യൽ മണിയുടെ റേറ്റ്, ആ ഇനീഷ്യൽ മണീനെ പ്രിൻസിപ്പൽ എമൗണ്ട് ഓഫ് ആക്കി എടുത്തിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് വരും സിമ്പിൾ ഇൻട്രസ്റ്റിൽ. ബട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ അങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇയറിൽ എത്ര കിട്ടും ഇൻട്രസ്റ്റ്? ഫസ്റ്റ് ഇയറിൽ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PNR/100. അങ്ങനെ ചെയ്യണ്ട, നമുക്ക് ഇൻട്രസ്റ്റ് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. 2000ന്റെ 7%, 2000 ഇൻറ്റു 7/100. ഫസ്റ്റ് ഇയറിൽ 140 കിട്ടും, സെക്കൻഡ് ഇയറിൽ 140 കിട്ടും, തേർഡ് ഇയറിൽ 140 കിട്ടും. പക്ഷെ ടോട്ടൽ എത്ര? ഫസ്റ്റ് ഇയറിൽ 240, സെക്കൻഡ് ഇയർ ആകുമ്പോൾ ഇതിൻ്റെ ഡബിൾ ആവും, 2 × 140, ആൻഡ് തേർഡ് ഇയർ ആകുമ്പോഴത്തേനും 3 × 140 ആവും. ഓക്കെ, ഇൻട്രസ്റ്റ് ഫോം ആൻഡ് FE 27th ഇയർ ആകുമ്പോഴത്തേനും എത്ര ഇൻട്രസ്റ്റ് കിട്ടുന്ന ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ സം ഓഫ് n ടേംസ് ഓഫ് AP എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സം ഓഫ് n ടേംസ് ഓഫ് AP is equal to n/2 × 2a + n-1 × d. ഇവിടെ n എത്ര? 27 ഇയേഴ്സിൻ്റെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, yes, 27 is equal to 27/2 ഇൻറ്റു ഇനീഷ്യൽ എമൗണ്ട് എത്ര? 140 പ്ലസ് n is 27, 27 - 1 is 26, d is again 140. 140 വെച്ചിട്ടല്ല ഓരോ ഇയറും കൂടുന്നത്. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്താൽ മതി. 27 × 140 divided by 2 × 2 + 26, that would be 27 × 140 divided by 2 × 2 + 26 is 28, 14, 27 × 140 × 14. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് വി വുഡ് ഗെറ്റ് ദ ആൻസർ. 27 × 140 × 14 സോൾവ് ചെയ്താൽ എത്രയാണ് കിട്ടുന്നത്? ദാറ്റ് ഈസ് ദ ടോട്ടൽ മണി ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്ന ആഫ്റ്റർ 27 ഇയേഴ്സ്. ഓക്കെ, ഇത് ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, now let's move on to the 32nd question. 32nd question is 32nd question section D വരുന്നത് തോന്നുന്നു. ഓക്കെ, സോ ദാറ്റ് വാസ് ദ സെക്ഷൻ B, ആൻഡ് യാ, അത്രേ ഉള്ളൂ. പാർട്ട് 2 അത്രേ ഉള്ളൂ. വിൽ സീ വിത്ത് ദ പാർട്ട് 3. ഓക്കെ, ബൈ.